അവരുടെ ജീവിതം മാറി. പിന്നെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, കൊട്ടാരത്തിലെ ശമ്പളത്തിന് വേണ്ടി മഹാനവറുകൾ മദഹ് എഴുതാറില്ല. അവരുടെ സ്തുതിപാഠനം പിന്നീട് മഹാനവറുകൾ നടത്തിയിട്ടില്ല. ഹബീബുൽ അഅ്ദം മുത്തനബി പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ഇങ്ങനെ ചൊല്ലുക, ആ മദഹ് ഇങ്ങനെ എഴുതുക. ഇതിൽ മഹാനായ ബുസ്രി ഇമാം റളിയല്ലാഹു അൻഹു കഴിഞ്ഞുകൂടി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മദഹിന്റെ കാവ്യം കൊണ്ട് ബുസ്രി ഇമാമിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമുക്കും വേണം. ഖസീദത്തുൽ ബുർദയുടെ 9ാമത്തെ അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി ذنوب عمر مضى في الشعر والخدم. അതാണ് ബുസ്രി ഇമാം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, ഖദംതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ പാദസേവ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ സേവനം ചെയ്തു. ബിമദീഹിൻ, ആ പ്രിയപ്പെട്ട പ്രവാചകരുടെ കീർത്തനം കൊണ്ട്, മദഹ് കാവ്യം കൊണ്ട്, കാവ്യശുദ്ധ കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തു. ഖദംതുഹു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, മദഹ് എഴുതുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു സേവനമാണ്. മദഹ് ചൊല്ലുക എന്നുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഖിദ്മയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മ ചെയ്താൽ ജീവിതത്തിൽ പരാജയം സംഭവിക്കുകയില്ല. റബീഅ റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടത് ഖിദ്മ കൊണ്ടാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേമനായി മാറിയത് ഖിദ്മ കൊണ്ടാണ്. എല്ലാ മഹാന്മാരും അങ്ങനെയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഖിദ്മയാണ് മദ്ഹ് എഴുതുക, മദ്ഹ് ചൊല്ലുക എന്നുള്ളത്. ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി. ആ മദ്ഹ് മുഖേന കാവ്യസുധ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചക പ്രകീർത്തനം മുഖേന ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ്. അല്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കൊട്ടാരത്തിലെ അവിടെയുള്ള സേവന പ്രവർത്തനങ്ങളിലും അതുപോലെ രാജാക്കന്മാരുടെ സ്തുതികീർത്തനങ്ങൾ ഞാൻ ആലപിച്ച്, എഴുതിയുണ്ടാക്കി ഞാൻ ആലപിച്ച് എന്റെ ചെറുപ്പകാലം, എന്റെ യൗവനം കഴിഞ്ഞുപോയി. ചെറിയ പ്രായത്തിൽ തന്നെ മഹാനവറുകൾ വലിയ കവിയായിരുന്നു. അങ്ങനെ എന്റെ കുട്ടിക്കാലം, എന്റെ ചെറിയ പ്രായം, അങ്ങനെ രാജാക്കന്മാർക്കുള്ള പാദസേവയിലും അതുപോലെ അവരുടെ സ്തുതികീർത്തനങ്ങളിലുമായി എന്റെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊരു പശ്ചാത്താപമാണ്, ഇതിനൊരു പ്രായശ്ചിത്തമാണ് മദ്ഹ് എന്ന് ബുസ്രി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ബുർദയിൽ പറയാൻ. അപ്പൊ ബുർദ കേൾക്കാൻ വന്ന, ബുർദ ചൊല്ലാൻ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ നമ്മുടെ പാപങ്ങൾ കഴുകുക. ഖസീദത്തുൽ ബുർദ കൊണ്ട്, ഈ പ്രവാചക പ്രകീർത്തന കാവ്യ ശുദ്ധ കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തുന്നത് കൊണ്ട് നമ്മുടെ മർമ്മപ്രധാനമായ ലക്ഷ്യം, നമ്മുടെ പരമമായ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ കഴുകുക. ആ പാപങ്ങളങ്ങ് കഴുകിയാൽ നമ്മുടെ ഹൃദയം തെളിഞ്ഞു വരും. ആ തെളിഞ്ഞ ഹൃദയം മദ്ഹ് ഇറങ്ങാൻ, അത് വലിയ മഹബ്ബത്ത് ജനിക്കാൻ അത് വലിയ കാരണവും. നിങ്ങൾ ആലോചിച്ചു, മഹാനായ ബുസ്രി ഇമാം റളിയല്ലാഹു അൻഹു ബുർദ എഴുതി. 1ാമത്തെ അധ്യായം അത് ഗസലാണ്. 1ാമത്തെ അധ്യായം അത് അനുരാഗത്തിന്റെ അധ്യായമാണ്. 1ാമത്തെ അധ്യായം മുഴുവൻ അനുരാഗമാണ്. എന്നാൽ 2ാമത്തെ അധ്യായം സ്വന്തം നഫ്സിനെ മഹാനവറുകൾ സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ്, സ്വന്തത്തെ ചെറുതാക്കി പറയുകയാണ്. فإن أمارتي بالسوء ما استعوت من جهلها بنذير الشيب والهرم. എന്റെ മഹാനായ ബുസ്രി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സ്വന്തം നഫ്സിനെ ആക്ഷേപിക്കുന്ന, സ്വന്തം ജീവിതത്തെ ആക്ഷേപിക്കുന്ന, ജീവിതത്തിൽ കഴിഞ്ഞു പോയ
അല്ലെങ്കിൽ തന്റെ ഗതകാലം മോശമായിരുന്നു എന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മഹാനവറുകളുടെ ജീവിതം അങ്ങനെയല്ല. കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ, അതുപോലെ അവരുടെ സ്തുതിപാഠകനായി കഴിയുമ്പോൾ തെറ്റുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ ഒരു മനസ്സാണ് ബുസ്രി ഇമാം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ എന്റെ അമ്മാറത്തുൻ നഫ്സിന് 7 തലമുണ്ട്. നമ്മുടെ നഫ്സിന് 7 തലമുണ്ട്. ഒന്ന് നഫ്സ് അമ്മാറത്തുൻ നഫ്സ്, ലവ്വാമത്തുൻ നഫ്സ്, മുൽഹിമ, മുത്മഇന്ന, റാദിയ, മർദിയ, കാമില. ഇങ്ങനെ 7 കാറ്റഗറിയിലാണ് നമ്മുടെ നഫ്സുള്ളത്. ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, തിന്മ കൊണ്ട് വല്ലാതെ എന്നെ പ്രേരിപ്പിക്കുന്ന എന്റെ നഫ്സ് അത് ഉപദേശം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നഫ്സിനെ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. എന്തിനാണെന്നറിയോ നിങ്ങൾ? ആദ്യം അനുരാഗം പറഞ്ഞു, അങ്ങനെയാണ് പുറത്ത് തുടങ്ങുന്നത്. പിന്നെ സ്വന്തം നഫ്സിനെ ആക്ഷേപിക്കുകയാണ്. കാരണം അമ്മാറത്ത് എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി ലവ്വാമത്തിലേക്ക് മാറി, അവിടുന്ന് മുൽഹിമയിലേക്ക് മാറി, അവിടുന്ന് മുത്മഇന്നയിലേക്ക് മാറി. ഇങ്ങനെയുള്ള മാറ്റം സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ മഹബ്ബത്ത് രൂപപ്പെടുന്നത്, അവിടെ ഇശ്ഖ് രൂപപ്പെടുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വലിയ പരിവർത്തനം സംഭവിക്കണം. അത് വരാനുള്ള മാർഗമാണ് ബുസ്രി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപക്കറകൾ കഴുകാനുള്ള വലിയ പരിഹാരമായി ഞാൻ കണ്ടത് കാവ്യശുദ്ധിയിലൂടെ, പ്രവാചക പ്രകീർത്തനത്തിലൂടെ, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാദസേവ നടത്താനാണ്, അവിടത്തേക്ക് സേവനം ചെയ്യാനാണ്. അപ്പൊ പാപങ്ങൾ കഴുകുക എന്നതാണ് ഈ ബുർദ മജ്ലിസിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി തരുമാറാവട്ടെ, നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാവട്ടെ. വിനയമുള്ളവരായി, ഞാനൊരു ചെറിയവനാണെന്ന ബോധമുള്ളവരായി അല്ലാഹു നമ്മളെ വലുതാക്കി തരുമാറാവട്ടെ. അല്ലാഹു നമ്മളെ വളർത്തി തരുമാറാവട്ടെ. അല്ലാഹു ഓരോരുത്തരുടെയും, നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്നത്തെ മജ്ലിസിലേക്ക് ഭക്ഷണം തന്നവർ, പായസം തന്നവർ, സംഭാവനകൾ നൽകിയവർ, നേർച്ച നൽകിയവർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ മജ്ലിസിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നീക്കി തരുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ്